ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പഴയൊരു ചുരിദാറും ധരിച്ച് തലമുടി തോർത്തിൽ കെട്ടിവെച്ച് മുറിയിലേക്ക് ഇറങ്ങിയ നിമിഷം ആളുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. മേശയുടെ വിരിപ്പിൽ ചാരിയെന്ന് ആളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ് വൈരി. ഒരു ഞെട്ടലോടെ ഏകവാതിൽക്കിലേക്കാണ് ആദ്യം നോക്കിയത്. എപ്പോഴോ അകത്ത് കടന്ന ശേഷം അവനാവണം റൂം ലോക്ക് ചെയ്തത്. പുറത്തെ ഒച്ചപ്പാടുകളും തമാശകളും ഒക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എങ്ങനെയാ വന്നേ? ആരും കണ്ടില്ലേ? ആളവന്റെ അടുത്തേക്ക് വന്ന് ആദിയോടെ ചോദിച്ചു. ഇവിടെ ആരെയും അവൾക്ക് നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ആ സമയത്ത് ഒരുത്തിനെ മുറിയിൽ വിളിച്ചു കയറ്റുന്ന പരിപാടി അത്ര സുഖമുള്ള ഏർപ്പാടല്ലല്ലോ. ചോദിച്ചു കേട്ടില്ലേ? ചെറിയമ്മ കണ്ടോ ഇയാളെ? കണ്ണുകൾ കൊണ്ട് തന്നെ ഒന്നാകെ ഒഴിയുന്നവനോട് പല്ലുകടിച്ച് പിടിച്ച് ശബ്ദം കുറച്ചാണ് അവൾ ചോദിച്ച്. അവന്റെ പുരികമെന്ന് ഉയർന്നു. എന്താ വിളിച്ച്? ഇയാളെന്ന് വിളിക്കുന്നവന് ഇഷ്ടമുള്ള കാര്യമില്ല എന്ന് പണ്ടേ അവൾക്ക് അറിയാവുന്നതാണ്. ടേബിൾ ചാരിയുന്നവൻ അവളുടെ അടുത്തേക്ക് മെല്ലെ അടിവെച്ച് നടന്നു. അതീവ ടെൻഷനോടെ അവളും പുറകിലേക്ക് ചുവട് വെച്ച് പോയി. ഫുൾ സ്ലീവ് ടീഷർട്ടിന്റെ ഇരു കൈ മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് അവളെ നെറ്റി മുതൽ കാൽ വരെ ഒന്ന് നോക്കി വൈരി ദേ കളിക്കലേ. ഇയാള് വൈര്യൻ ഇപ്പൊ പുറത്തേക്ക് പോയി. ആരെങ്കിലും കണ്ടോട്ട് വന്ന ഇനി അതും മതി വൈര്യൻ. ഇല്ലെങ്കിൽ ഒരു കാരണം കേട്ടാ ഇരിക്കുക ചെറിയമ്മ. ഈ കാഴ്ച കൂടി കാണാൻ നാട്ടുകാർ മുഴുവൻ വിളിച്ചു കൂട്ടും അവര്. വിക്കി പറഞ്ഞവൾ ഭിത്തിയിലടിച്ചു നിന്നും ഇനി പോവാൻ സ്ഥലം ബാക്കിയില്ലെന്ന് കാണെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോയി ഏക. അപ്പോഴേക്ക് അവൻ അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇടം കൈ അവളുടെ തലയുടെ ഒരു വശത്തെ ചുമരിൽ കുത്തിവെച്ച് വലം കൈ സ്വയം ഇടുപ്പിൽ ചേർത്ത് വെക്കുമ്പോൾ മുഖം കുനിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ. മുഖത്ത് നോക്കാൻ മടികാട്ടി നിൽക്കുന്നവളെ ഏറെ നേരം അവൻ അങ്ങനെ തന്നെ നോക്കിയെന്ന ശേഷം അവളുടെ കൈകൾ പിടിമുറുക്കി വേഗത്തിൽ തിരിഞ്ഞടന്നു വൈരി. അടക്കം പറയും പോലെയാണ് അവളുടെ ശബ്ദമെങ്കിലും കടിച്ചു പിടിച്ചാണ് അവൾ പറഞ്ഞത്. അപ്പോഴേക്ക് അവളുടെ പിടിവിട്ട ആ കുഞ്ഞു കട്ടിലിൽ അവൻ ഇരുന്ന് കഴിഞ്ഞിരുന്നു. കട്ടിലിരിക്കുന്ന ഒരു ടിഫിൻ ബോക്സ് ആ നേരമാണ് ഏക കാണുന്നത്. തെല്ലൊരു സംശയത്തോടെ നോക്കിയ നേരം തന്നെ ആള് വലിച്ചവന്റെ മടിയിലേക്ക് ഇരുത്തി വൈര്യൻ. ആദ്യത്തെ ഞെട്ടൽ മാറി എഴുന്നേൽക്കാൻ ഒരു പാഴ്ശ്രമം അവൾ നടത്തുമ്പോഴെല്ലാം അവന്റെ പിടി തന്റെ ദേഹത്ത് മുറുകുന്നതും കൂടുതൽ അവനോട് ചേർത്ത് വെക്കുന്നത് അവൾ അറിഞ്ഞു. വൈര്യൻ നിസ്സായ ഭാവത്തിലൊന്ന് വിളിച്ചെങ്കിലും ആ നിമിഷം തന്നെ അവന്റെ വലം കൈവിരലുകൾ മുഴുവനായി അവളുടെ ചുണ്ടിൽ ശക്തിയിൽ അമർന്നു. മിണ്ടരുത്. കൈവിരലുകൾ ഇളകാതെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അവൻ ആ കണ്ണുകളിലേക്ക് നോക്കി ശബ്ദിച്ചുകൊണ്ട് പറഞ്ഞു. പെടക്കാണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് തിരികെ പോകും. അല്ല, ഇങ്ങനെ ഇളക്കി മറിച്ച് എന്നെ വെറുതെ ചൂട് പിടിപ്പിച്ചാലേ ഈ രാത്രി മുഴുവൻ നിന്നെ കൊണ്ട് ഈ കുഞ്ഞു കട്ടില് ഞാൻ കയറി അങ്ങ് കിടക്കും. ഒരു നിമിഷം കൊണ്ട് ഏകയുടെ പെടച്ചിലാവ് നിർത്തിച്ചു. ഇക്കിളിട്ടാൽ പോലും ഞാനിനി അനങ്ങില്ല എന്ന പോലെ അവൾ മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു. ഈ നേരം അവളിലെ പിടിവിട്ടുകൊണ്ട് കട്ടിലിരുന്ന ബോക്സ് കയ്യിലെടുത്ത് അതിന്റെ അടപ്പ് തുറന്ന് വൈരി. അമ്മയുണ്ടാക്കി തന്നുവിട്ടതാ ഗീ റൈസ് പറഞ്ഞുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന ചെറിയ സ്പൂണിനാൽ അല്പ റൈസ് കോരി അവിടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു അവൻ. നെയ്യുടെയും ഏലക്കയുടെയും കൊതിപ്പിക്കുന്ന മണം അറിയാതെ അവൾ വായ തുറന്നു പോയി. കൈകൊണ്ട് വാരിത്തരാൻ തോന്നുന്നുണ്ട്, പക്ഷെ എൻ്റെ ദേഹം മുഴുവൻ ഗീ റൈസിന്റെ പെർഫ്യൂം അടിച്ച പോലെ മണക്കും. എനിക്കതത്ര ഇഷ്ടമല്ല. സോ സ്പൂൺ മതി. പിന്നെ നാളെ ഞാൻ പോകട്ടോ അവൻ പറഞ്ഞു. തെല്ലൊരു സംശയത്തോടെ അവൾ മിഴികൾ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. എങ്കിലും ഒന്നും ചോദിച്ചില്ല. എവിടെ പോകുന്നെന്ന് ചോദിക്കുന്നില്ലേക. രഹസ്യം പോലെ ചോദിക്കുമ്പോൾ ഒരു സ്പൂൺ കൂടി അവിടെ ചുണ്ടിൽ ചേർത്ത് മുട്ടിച്ചുകൊണ്ട് പാത്രം കട്ടിൽ വെച്ച ശേഷം ഇടം കയ്യാൽ അവിടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന തോർത്തിനെ അഴിച്ചു മാറ്റി അവൻ. നനഞ്ഞ മുടി വിടർന്നു വീണത് കാണെ അവളുടെ കാതോര മുഖം അടുപ്പിച്ചൊന്നും മണത്തു അവൻ. ഏതാ സോപ്പ്? അവന്റെ ശ്വാസം കാതിൽ തുളഞ്ഞു കയറിയതും പുളഞ്ഞുകൊണ്ട് അവളൊന്ന് ഉയർന്നു പോയി. കണ്ണ് കൂർപ്പിച്ച് ചുണ്ട് കടിച്ചു പിടിച്ചു വിരട്ടും പോലെ അവൻ അവളെ ഒന്ന് നോക്കിയതും വീണ്ടും നല്ല കുട്ടിയായി അവൾ മിണ്ടാതിരുന്ന് കഴിച്ചു. എപ്പോഴോ അവളവനെ തടഞ്ഞുകൊണ്ട് ആ കയ്യിൽ പിടുത്തമിട്ടതും ചോദ്യഭാഗത്തിൽ മുഖമുയർത്തി അവൻ നീട്ടിയൊന്ന് മൂളി. മതി. വയറ് നിറഞ്ഞോ? അത്രമേൽ പതിയെ അവൻ ചോദിച്ചു. അവളും അതുപോലെ ഒന്ന് മൂളി. ഞാനൊന്ന് നോക്കട്ടെ. കുസൃതി നിറഞ്ഞൊരു ചോദ്യം കൂടി വന്നതും ആ മടിയിൽ നിന്ന് അവൾ ചാടി എഴുന്നേറ്റത് ഒരുമിച്ചായിരുന്നു. നേരത്തെ ഒരു പുഞ്ചിരിയോടെ കട്ടിലിരുന്ന ഫുഡ് അടച്ചുകൊണ്ട് അതുമായി എഴുന്നേറ്റു. ശേഷം ടിഫിൻ ബോക്സ് ടേബിളായി കൊണ്ടുവച്ച ശേഷം ഏകയെ ഒന്ന് നോക്കിയവൻ. ബോട്ടിൽ ഉയർത്തി വെള്ളം കുടിച്ച ശേഷം അവൾ പുറത്തേക്ക് ഒരിക്കൽ കൂടി കാത് കൂർപ്പിച്ചു. പുറത്തു നിന്നും സംസാരമൊന്നും ഇപ്പോൾ അധികം കേൾക്കുന്നില്ല. എല്ലാവരും ഉറക്കമായെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് വൈരിനെ പറഞ്ഞു വിടണമെന്ന പോലെ അവൻ നിന്നിരുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആളെ കാണാതെ വന്നു. ഞെട്ടിലോടെ ചുറ്റിലും കണ്ണാലൊന്ന് പരതി ഏക.
കണ്ട കാഴ്ചയിൽ അവളുടെ തരിപ്പിലേക്ക് വെള്ളം കയറി ചുമക്കണോ ഓടണോ എന്നറിയാതെ ശ്വാസം പിടിച്ച് നിന്നുപോയവൾ. കട്ടിലിൽ മലർന്നു കിടക്കുകയാണ് വൈരിൻ. ഉയർത്തി മടക്കി വെച്ചിരിക്കുന്ന ഇടംകാലിന് മുകളിൽ വലങ്കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. നെഞ്ചിൽ തന്റെ ഡയറിയും കൈകളിൽ പഴയ നോട്ട്ബുക്കും. നോട്ട്ബുക്കിന്റെ ഓരോ താളുകളായി മറിച്ചു നോക്കിയാണ് കക്ഷി. നോട്ട്ബുക്കിൽ മുഴുവൻ മാസ്റ്റർ വിഷ്ണുവിന്റെ ഫോട്ടോകളാണ്. ഏകക്ക് നിന്നേൽപ്പിൽ പാതാളത്തിലേക്ക് ആഴ്ന്നു പോയാൽ മതിയെന്നായി. എന്തെങ്കിലും ഒരിക്കൽ വൈരിനെ ഇതൊക്കെ കാണിക്കണമെന്ന് കരുതി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ. ആൾ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നടന്നു. ചവിട്ടിക്കുരുക്കി നോട്ട്ബുക്ക് പിടിച്ചു പറിക്കാൻ കട്ടിലിനടുത്തേക്ക് ചെന്നവളാണ്. കയ്യിൽ പിടിച്ചുള്ള അവന്റെ ഒറ്റ വലിയിൽ വൈനിന്റെ അടുത്തായി തന്നെ പെണ്ണ് സ്ഥാനം പിടിച്ചതും അവളെയും ചേർത്ത് മുറുകെ പുണർന്നുകൊണ്ട് വൈരിനൊന്ന് ചെരിഞ്ഞ് കിടന്നു. ഇപ്പോൾ അവന്റെ മുന്നിൽ പുറംതിരിഞ്ഞു കിടക്കുകയാണ് ഏക. പുറകിലൂടെ ഇരുകയ്യാലെ അവളെ പുണർന്നേക്കുന്നവൻ താടിത്തുമ്പോളുടെ തോളിലൂന്നി ബുക്കിന്റെ ഓരോ താളുകളായി മറിക്കുമ്പോൾ അവൾക്ക് അവയ്ക്ക് വ്യക്തമായി തന്നെ കാണാമായിരുന്നു. ചിണുങ്ങിക്കൊണ്ട് അവൾ പരിഭവത്തോടൊന്ന് മൂളി. മിണ്ടാണ്ട് കിടന്നോണം. കുഞ്ഞൊരു താക്കീതലത്തി പറയുമ്പോഴും അവന്റെ നോട്ടം ബുക്കിൽ അവൾ വെട്ടിയൊട്ടിച്ച് തന്റെ പഴയ ഫോട്ടോകളിലായി ഉടക്കി നിന്നു. കുഞ്ഞു വിഷ്ണുവിന്റെ നിഷ്കളങ്കമായ ഫോട്ടോയിലേക്ക് നോക്കി അവളുടെ കവിളിൽ കവിളിരുമ്മി അവൻ ചിരിക്കുമ്പോൾ ആ കുറ്റിത്താടി അവളെ വല്ലാതെ വേദനിപ്പിച്ചു. മുഖം വെട്ടിച്ചേകിയൊന്ന് പിടഞ്ഞതേ അവനിൽ നിന്നൊരു കുറുകൽ പുറത്തേക്ക് വന്നു. അടങ്ങിക്കിടക്കടി, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ കിടന്ന് പിടക്കുന്നോ? ബുക്കോ ഡയറി എനിക്ക് സൈൻ ചെയ്യാൻ പാകത്തിന് ഇനിയും വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. വിച്ചുവേട്ടനൊന്ന് കാണട്ടെ. അയ്യടാ, ഒരു വിച്ചേട്ടൻ വന്നേക്കുന്നു. അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൾക്ക് ആകമൊത്തൊരു വെപ്രാളം തന്നെയായിരുന്നു. ഒട്ടും പറ്റാത്ത പോലെ തോന്നി കിടത്തും. അവനാണെങ്കിൽ ബുക്ക് പരിശോധിക്കുന്ന തിരക്കിലാണ്. തന്റെ പുറമേനിൽ മുഴുവനായിട്ടും അമർന്നിരിക്കുന്ന അവന്റെ ശരീരവും താളുകൾ മറിക്കുമ്പോഴുള്ള അവന്റെ കൈയുടെ ചലനവും കാതിൽ പതിക്കുന്ന അവന്റെ നേർത്ത ശ്വാസോച്ഛ്വാസവും അവനിൽ നിന്ന് വമിക്കുന്ന വല്ലാത്തൊരു മണവും എന്തിന് ഇടയ്ക്കിടയ്ക്ക് അവൻ ചുമക്കുന്നത് പോലും അവളിൽ അസ്വസ്ഥതയ്ക്ക് കാരണമായി. ഭംഗിയായി നഖം വെട്ടിയൊതുക്കിയ നീണ്ടു വെളുത്ത കൈവിരലുകളാണ് അവന്. ഏതോ ട്രീറ്റ്മെന്റ് ചെയ്ത പോലെ ശരീരം മുഴുവൻ ഒരേ നിറമാണ്. വില കൂടിയ ബ്രാൻഡഡ് ബ്ലാക്ക് കളർ വാച്ചിന്റെ തിളക്കം അവന്റെ കൈയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞാ മുഖത്തേക്ക് നോക്കണമെന്ന് അവൾക്ക് തോന്നി. അധികം നേരം നേരിട്ട് നോക്കി കണ്ടിട്ടില്ലാത്ത അവന്റെ മുഖം ഒരുപാട് നേരം നോക്കിയിരിക്കാൻ അവൾക്ക് കൊതി തോന്നി. ഇങ്ങനെയൊക്കെ ഓരോന്ന് ഓർത്തുകൊണ്ട് കിടക്കുമ്പോഴാണ് നോട്ട്ബുക്കിന്റെ അവസാന താളുകൾ കഴിഞ്ഞതും അവനത് മടക്കി വെച്ച ശേഷം അവളുടെ കാതിൽ അമർത്തി മുത്തിയതും. ആ നിമിഷം തന്നെ ഷോൾഡർ ഉയർത്തി മുഖം വെട്ടിച്ചിരുന്ന ഏക ശ്വാസം പോലെ അവൻ ആ ചെവിയിൽ ചുണ്ടി ചേർത്ത് വിളിച്ചതും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലെ അവൾ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവന് മുറുക്കെ പുണർന്നുപോയി. അത്രമാത്രം അവൾ പരവേശപ്പെട്ടു പോയിരുന്നു. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും ചെറുസ്പർശനത്തിലുമെല്ലാം. അവളുടെ പെട്ടെന്നുള്ള ആ നീക്കത്തിലൊന്ന് ഞെട്ടിയെങ്കിലും നേർത്തൊരു പുഞ്ചിരിയോടെ പുണർന്ന് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അരുമയായി ചുണ്ടി ചേർത്തു അവൻ. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയെങ്കിലും ഏകയിൽ അപ്പോഴും വിറയിൽ തന്നെയാണ്. നേരിയൊരു ഭയവും ഇല്ലാതില്ല. വൈരിൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് ഓർത്തു അവൾ. ഓരോ തവണ അവൻ തന്നെ ചേർത്ത് പിടിക്കുമ്പോഴും കുറുമ്പ് കാണിക്കുമ്പോഴും ഒക്കെ ഒരു ചുമരിനപ്പുറം ഒരുപാട് പേരുണ്ടാവാറുണ്ട്. ആ ടെൻഷനിലാവും താനും ഈ കരവലത്തിൽ ഒതുങ്ങി പിടയുക. ഉള്ളിൽ അവനോടുള്ള പ്രണയം അങ്ങനെ തിളച്ചു വിങ്ങി മറിയുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന ടെൻഷനില്ലാതെ അവനിൽ അലിഞ്ഞു ചേരാൻ കൊതിച്ചുപോയി ഏക. പക്ഷെ അവന്റെ ഓരോ സ്പർശനവും തന്നിൽ പഴയതെന്തോ ഓർമ്മിപ്പിക്കുമ്പോൾ അവൾക്ക് തോന്നി. എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ആ രാത്രിയുടെ ഭീകരത ഓർമ്മിപ്പിക്കും പോലെയാണ് വൈരിൻ അരികിൽ നിൽക്കുമ്പോൾ കൂടി തോന്നാറ്. ഏക, അന്ന് എന്താ സംഭവിച്ചത്? ഇനിയും മറച്ചു വെക്കാതെ എല്ലാം എന്നോട് പറഞ്ഞൂടെ പെണ്ണെ നിനക്ക്? അവളുടെ മനസ്സ് വായിച്ചിട്ടാണോ എന്നറിയില്ല, അവൻ അന്നേരം അങ്ങനെയാണ് ചോദിക്കാൻ തോന്നിയത്. പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അങ്ങേയറ്റം ഞെട്ടിൽ തന്നെയായിരുന്നു അവളും. ഏക മുഖമുയർത്തി അവന്റെ ആ കറുത്ത മിഴികളിലേക്ക് ഉറ്റുനോക്കി. നേരിയൊരു ഭയം അവളുടെ ചെമ്പൻ മിഴികളിൽ അലയടിക്കുന്നവൻ വ്യക്തമായി തന്നെ കണ്ടു. പിന്തലയിൽ കൈ ചേർത്ത് അവളുടെ മുഖം അവന്റെ നെഞ്ചോട് അമർത്തി വെച്ചുകൊണ്ട് മൂർത്താവിൽ ചുണ്ട് ചേർക്കുമ്പോൾ നിനക്ക് ഞാനുണ്ടെന്ന് വൈരിൻ പറയാതെ പറയും പോലെ തോന്നിയ ഏകക്ക് അന്നത്തെ രാത്രി നിനക്ക് എന്തെന്നെ സംഭവിച്ചാലും ഞാൻ കാരണം എന്നൊരു കുറ്റബോധവും പേറി എനിക്കിനി വയ്യ ഏക. ഞാനൊന്ന് വിരഞ്ഞൊടിച്ചാൽ ഒരു സെക്കൻഡ് മാത്രം മതി നിന്നെ പറ്റിയുള്ളതല്ല എനിക്ക് മനസ്സിലാക്കാൻ. അതിപ്പോൾ എന്തു തന്നെയായാലും ഈ വൈരിൻ്റെ മനസ്സിലേക്കുള്ള സ്ഥാനം അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനും കാരണം അറിഞ്ഞറിയാതെയോ ഞാൻ കൂടിയാണെന്ന് ഓർക്കുമ്പോൾ പറ്റുന്നില്ലടോ. നിന്നെ ഞാൻ തടയേണ്ടതായിരുന്നു. ഒരു വട്ടം, ഒരേ ഒരു വട്ടം മാത്രം ഞാൻ നിനക്ക് റിപ്ലൈ തരണമായിരുന്നു ഏക. ഒരിക്കൽ മാത്രം തുറന്നു പറഞ്ഞാൽ ഇനി ഒരിക്കലും ഈ ചോദ്യം ഞാൻ ആവർത്തിക്കില്ല ഏക. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
എപ്പോഴോ വല്ലാതെ ഇടറിപ്പോയി അവന്റെ സ്വരം. വൈരിൻ? നെഞ്ചിൽ പൂഴ്ത്തി വെച്ച മുഖമുയർത്തി അവളവരെ നോക്കി അത്രമേൽ പതിയെന്ന് വിളിച്ചു. ആളിൽ നടന്നു മാറി കട്ടിലിൽ മലർന്നു കിടന്നു വേഗ. ആള് നോക്കാതെ കമിഴ്ന്നുകൊണ്ട് കൈകൾ പിണച്ചു വെച്ച് അതിന്മേൽ നെറ്റിമുട്ടിച്ചു വൈരിൻ. അവര് കുറെ പേരുണ്ടായിരുന്നു വൈരിൻ. ഞാൻ അവരെ കണ്ടിട്ടില്ല. മൊത്തം ഇരുട്ടായിരുന്നു. വൈരിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവളുടെ ശബ്ദം മാത്രം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഗുണ്ടകളെന്ന് തോന്നുന്ന കുറച്ച് പേര് അന്നിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആവുന്നത്ര ഞാനും പ്രതിരോധിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ബലം പ്രയോഗിച്ച് അവരെൻ്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു. ഒന്ന് ഓടാൻ കൂടി കഴിയാതെ ഞാൻ... മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ദേഷ്യമായിരുന്നില്ല അവൻ്റെ വാക്കുകളിൽ. അങ്ങേയറ്റം വേദനയുടെ കടുപ്പ് നിറഞ്ഞിരുന്ന സ്വരത്തിൽ. വേണ്ട, ഞാൻ പറയും. ആരോടും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയണം വൈരിൻ. ബലം പ്രയോഗിച്ച് അവരെന്നെ കാറിലേക്ക് കയറ്റി. എനിക്കറിയാത്ത ഭാഷയിൽ ആരോടെന്തോ ഫോണിൽ സംസാരിച്ചു. അതിലൊരാൾ. അന്ന് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് കന്നഡ ഭാഷ അറിയാം. ഓർമ്മയിൽ എവിടെയോ ഞാൻ ഓർത്തു വെച്ചിരുന്നു അയാൾ പറഞ്ഞത്. ഞാൻ അയാളെ തൊഴിച്ചതിന് പകരമായിട്ട് അവർക്ക് ആ രാത്രി മുഴുവൻ വേണമെന്നായിരുന്നു അയാൾ ആവശ്യപ്പെട്ട്. കൊല്ലുന്നതിന് മുമ്പ് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ ആരും അവർക്ക് അനുവാദം കൊടുത്തു. ആ പെർമിഷൻ കൊടുത്തവനിന്ന് ജീവനോടെ ഇല്ലേക. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ തീർത്തത്. പല്ലി അടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഗോഡൌണിലിട്ട് രാഘവേന്ദ്ര അവൻ തല്ലിക്കൊന്നാണ് വൈരിന് ഓർമ്മ വന്നത്. ആളുടെ വാക്കുകൾ അവനോട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മകൾ അവളെ പിന്നിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. പിന്നിൽ നിന്ന് ആരോ ഏകയുടെ കൈകൾ ശക്തമായി പുറകിലേക്ക് പിടിച്ചു വെക്കുമ്പോൾ ഇരുതോളുകളും പൊട്ടിപ്പോകുന്ന പോലൊരു വേദന അവൾക്ക് അനുഭവപ്പെട്ടു. കൈകൾ പുറകിലേക്ക് വളഞ്ഞൊടിയുമ്പോൾ ഒരു വേദന ശ്വാസം മുട്ടിച്ച നിമിഷം അവൾ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പോലും പുറത്തേക്ക് വരാത്തവണ്ണം നാവ് കുഴഞ്ഞുപോയിരുന്നു. ആ കാറിനുള്ളിൽ ഇരുട്ടിൽ മദ്യത്തിന്റെ ദുർഗന്ധവും പുരുഷന്മാരുടെ ചിരികളും ചേർന്ന് ആളെ ഭയത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചു. ആരുടെയോ കൈകൾ അവിടെ മാറിലും വയറിലും ഒക്കെ അലഞ്ഞു നടന്നു. ഒരു പെണ്ണിനും അംഗീകരിക്കാനാവാത്ത സ്പർശനങ്ങളേറ്റതും ആളുടെ ശരീരവും മനസ്സും കല്ലുപോലെ ഉറഞ്ഞുപോയി. ആളൊരു ചെറിയ പെൺകുട്ടിയാണെന്ന ബോധം പോലും ആ ദുഷ്ടന്മാരെ ഓർത്തില്ല. വീണ്ടും മദ്യക്കുപ്പിയോടെ വായിലേക്ക് തള്ളിക്കൊടുത്തും ബോധം പതുക്കെ മങ്ങാൻ തുടങ്ങി. കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും അവളുടെ കാഴ്ചകൾ പിരിഞ്ഞുപോയിരിക്കുന്നു. പിന്നെയും തുടരുന്ന സ്പർശനങ്ങൾ അവൾക്കറിയാവുന്ന പരിധിക്കപ്പുറം കടക്കുന്നതിന് തൊട്ടു മുമ്പാണ് രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് ഒരു സൈറൺ ശബ്ദം കേട്ടത്. റൗണ്ട്സിന് വന്ന പോലീസ് ജീപ്പ് അവിടെ നിർത്തുകയും കാറിന്റെ ഡോർ പെട്ടെന്നൊരു പോലീസുകാരൻ തുറക്കുകയും ചെയ്തു. ഏകയുടെ തളർന്ന ശരീരവും അവളുടെ ചുറ്റുമിരിക്കുന്ന പുരുഷന്മാരെയും കണ്ടപാടെ തന്നെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എല്ലാം അനാശാസ്യം എന്നൊരൊറ്റ വാക്കിലേക്ക് ഒതുക്കപ്പെട്ടു. ബോധം പൂർണ്ണമായി തിരിച്ചു കിട്ടാത്ത അവളും ആ വേട്ടപ്പട്ടികളും ഒരുപോലെ തന്നെയാണെന്ന് കരുതി പോലീസ്. വിശ്വനാഥനെ വിവരമറിയിച്ച് അയാളെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും വരെ അവൾ സ്റ്റേഷനിൽ തുടർന്നു. കാര്യങ്ങൾ അറിഞ്ഞു പോലീസുകാർക്ക് അലിവ് തോന്നി. പെൺകുട്ടിയുടെ ഭാവി ഓർത്ത് കുറ്റവാളികളെയും ചേർത്ത് അനുഗ്രഹിച്ചു വിട്ടു നമ്മുടെ നിയമം. ആ രാത്രി അവിടെ അവസാനിച്ചു വൈരിൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ ആ സ്പർശനങ്ങളുടെ ഓർമ്മയും ആ തെറ്റിദ്ധാരണയുടെ ഭാര്യവും ഇന്നും വിട്ടുപോയിട്ടില്ല. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് സദൈനം സഞ്ചരിക്കാൻ വെമ്പൽ കൂടുന്ന പെൺകരുത്തുകളോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി മാറാത്തിടത്തോളം കാലം ആ മോഹത്തിന് സാഹസം എന്ന പേര് ചൊല്ലി മാത്രമേ വിളിക്കാൻ സാധിക്കൂ. വസ്ത്രങ്ങൾക്ക് പുറമെയായിട്ട് കൂടി ശരീരത്തിലേറ്റ സ്പർശനം എന്നെ ഇത്രയും തളർത്തുറങ്ങി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ ഞാൻ ഓർക്കാറുണ്ട് വൈരി. എന്തോ ഭാഗ്യം അങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചില്ല. ഒരണക്കിന് നോക്കിയാ ആ പോലീസുകാരോട് ഞാൻ നന്ദി പറയണം. തക്ക സമയത്ത് വന്ന് രക്ഷിച്ചല്ലോ. പറഞ്ഞു കഴിഞ്ഞതും കട്ടിൽ കമിഴ്ന്ന് കിടക്കുന്നതിന് അവൾ മുഖം ചരിച്ചൊന്ന് നോക്കി. അവന്റെ കനത്ത ശ്വാസത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ കണ്ണുകൾ പെയ്യുന്നുണ്ടെന്ന്. എന്താണെന്നറിയില്ല, അന്നേരം അവൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി വൈരിനോട്. വൈരിൻ വിളിച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു കിടന്ന് ആ മുടിയിഴകളിലൂടെ അവൾ വിരലോടിച്ചു. അതെ, എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ എന്നേ മറന്ന. വൈരിൻ എന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ വീട്ടുകാരോട് പറയാതെ ഇറങ്ങി പുറപ്പെട്ടതാ. എനിക്ക് കിട്ടണം, അല്ലേ പിന്നെ. എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആരിലൊരു മാറ്റവും കാണാതെ വന്നതും ഉയർത്തിവെച്ച് നെറ്റിമുട്ടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ കൈകൾക്കിടയിലൂടെ അവൾ നൂണ്ടുകയറാനൊരു ശ്രമം നടത്തി. അപ്പോഴേക്ക് അവൻ അവളെ വലിച്ച് അവനടിയിലാക്കി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ആദ്യമൊന്ന് വിറച്ചു പോയെങ്കിലും അവന്റെ മുടികളിലൂടെ അവൾ വിരലോടിച്ചുകൊണ്ട് മെല്ലെ തഴുകി. വൈരിൻ നീട്ടിയൊരു മുകളിൽ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു കഥ പറയട്ടെ. സമ്മതം മൂടിയെങ്കിലും കഥ കേൾക്കാനുള്ള മൂടിലായിരുന്നില്ല അവനെ മൂടിക്കെട്ടിയ മനസ്സ്. അത്രമേൽ കലുഷിതമായിരുന്നു. ഒപ്പം അവൾക്ക് താൻ ഭയപ്പെട്ട പോലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊരു നേരിയ ആശ്വാസവും ഉണ്ടായിരുന്നു അവനിൽ. അവന്റെ മുടിയഴകളെ താലോലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ മാറിൽ കണ്ണുനീരിന്റെ നനവ് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പണ്ട് ഒരു തറവാടിന്റെ അടുത്തുള്ള സർപ്പക്കാവില് ഒരിക്കലും ഒരു സിനിമാ ഷൂട്ടിംഗ് നടന്നു. അന്ന് ആ കുട്ടിക്ക് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. അമ്മയുടെ കൈയും പിടിച്ച് കാവിൽ പോകുന്നതായിരുന്നു അവളുടെ ശീലം. അന്നും പോയി തൊഴാനും സിനിമാ ഷൂട്ടിംഗ് കാണാനൊക്കെയായി.
അമ്മയും അച്ഛനും ഉർവശിയെയും ജയറാമിനെയും കാണാൻ പോയപ്പോൾ ആ കുട്ടി വെറുതെ നടന്നു. ആൾക്കൂട്ടത്തിനിടയിൽ എന്നവൾ കണ്ടിരുന്ന കാവ് അന്യമായി തോന്നിയ ഒരു നിമിഷത്തിൽ ഒരപ്പൂപ്പന്താടി കാറ്റിൽ പറന്നു വന്നു. അത് പിടിക്കാനോടിയപ്പോൾ അമ്മയുടെ കൈവിട്ടു പോയതിൽ അവൾ അറിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് അവളും അതിൻ്റെ പിന്നാലെ ഓടി. ഒടുവിൽ ആ കാവിന് പിന്നിലെ വലിയ ആമ്പൽക്കുളത്തിനടുത്തെത്തി അവൾ. അപ്പോഴാ കാറ്റിൽ മഞ്ചാടി മണികൾ പൊട്ടി വീണത്. അപ്പൂപ്പന്താടി മറന്നുകൊണ്ട് അവൾ മഞ്ചാടി പെറുക്കാൻ തുടങ്ങി. ആ കുഞ്ഞ് കൈ നിറയെ ചുമന്ന സന്തോഷം എണ്ണാൻ തുടങ്ങിയപ്പോൾ എണ്ണ തെറ്റിച്ചൊരു ചിരി പിന്നിൽ നിന്നും കേട്ടു. നോക്കുമ്പോൾ ഒരു ചുന്ദരൻ ആൺകുട്ടി. അവനൊരു സൂത്രം തരാന്ന് പറഞ്ഞ് മിൽക്കി ബാർ മിഠായി കൊടുത്ത് മഞ്ചാടി മണികൾ കൈക്കലാക്കി. ചോക്ലേറ്റിൻ്റെ മധുരത്തിൽ അവൾ മഞ്ചാടിയും മറന്നു. പിന്നെ കളിയും ചിരിയും മാത്രമായി. ഏക പറഞ്ഞിർത്തിയതും വൈകിനൊരു ഞെട്ടലോടെ അവിടെ മാറി നിന്ന് മുഖമുയർത്തി നോക്കി. കലങ്ങി ചുമന്ന കണ്ണുകൾ ഒരിക്കൽ കൂടി നിറയുന്ന അവൾ കണ്ടു. ആ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ അവൾ വീണ്ടും തുടർന്നു. ഏതോ ഒരു നിമിഷം ഇരുവരും തമ്മിൽ പിണങ്ങി. പിന്നെ ഒരു നിമിഷം കഴിഞ്ഞ് വീണ്ടും ചേർന്നു. അവളെ വാരിയെടുത്ത് കുഞ്ഞിക്കവളിൽ അവൻ ആദ്യമായി മുത്തി. അപ്പോഴാ കാക്കകൾ ഒച്ചയുണ്ടാക്കി പറഞ്ഞത്. ഭയന്നുപോയ അവൻ പിന്നിലേക്ക് നീങ്ങിയതും കാലുകൾ മരത്തിൻ്റെ വേരി തട്ടി ഇരുവരും കുളത്തിലേക്ക് വീണുപോയി. സ്വന്തം പേടി മറന്ന് ജീവൻ മറന്ന് ആ 4 വയസ്സുകാരിയെ കരയിലേക്ക് തള്ളി കയറ്റിയവൻ. അവൾ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയി. എൻ്റെ സൂപ്പർ സ്റ്റാർ. വൈദ്യനറിയോ, ആ ഭീതിയോടൊന്നും ഈ ഏക എന്തേ വരെ തളർത്തിയിട്ടില്ല. ആ കാറിലെ സംഭവം പോലും. പറഞ്ഞു കഴിഞ്ഞതും വൈദ്യൻ ചാടി എഴുന്നേറ്റ് അവളെ വലിച്ചുയർത്തി വാരി പുണർന്നു. മോളെ, അത് നീയായിരുന്നു കുഞ്ഞ്? എനിക്ക് അറിയില്ലായിരുന്നു. ഞാനതെല്ലാം മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. നിന്നെ കാണാൻ ഒരിക്കലെങ്കിലും വരണമെന്ന് കരുതിയതാ. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ആൾക്കാരും എൻ്റെ സ്റ്റാർ ലൈഫൊന്നും എന്നെ അതിനെ അനുവദിച്ചില്ല. ഇടറിയും വിതുമ്പി ഒരു കുഞ്ഞിനെ പോലെ അവൻ പറയുമ്പോൾ താൻ ആ പഴയ 4 വയസ്സുകാരിയും അവൻ ആ പഴയ 10 വയസ്സുകാരനുമാണെന്ന് തോന്നിയ അവൾക്ക് ശരിയാണ് വന്നത്. പക്ഷേ ഞാനൊരു സാധാരണക്കാരിയല്ലേ, എനിക്കതൊക്കെ വലിയ സംഭവമായിരുന്നു. പണ്ടൊക്കെ ഞാനും കോച്ചിരുന്നു കേട്ടോ. കഥകളൊക്കെ കാണാറുള്ള പോലെ മാസ്റ്റർ വിഷ്ണു വലുതാവുമ്പോൾ ആ കുഞ്ഞിനെ തേടി വരുമെന്നൊക്കെ. നിനക്ക് വരാൻ പാടില്ലായിരുന്നു ഏക. തോളിൽ താടി ഊന്നിക്കൊണ്ട് അവൻ്റെ പരിഭവങ്കരെന്ന ചോദ്യം കണ്ണുനീരിൻ്റെ കടുപ്പവും. വന്നല്ലോ, നിങ്ങളുടെ ഓരോ വളർച്ചയിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു വൈരി. ഏകയ്ക്ക് നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി കഴിയുകയുള്ളൂ. ഓരോ തവണ വിധി അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും തൊട്ടടുത്ത നിമിഷം കൂടുതൽ ശക്തിയോടെ പിടിച്ച് നിങ്ങളിലേക്ക് തന്നെ എന്നെ ചേർത്ത് വെക്കുക. ഇപ്പതേ ഇയാളെൻ്റെ മുറച്ചെറുക്കനാണ് പോലും. എന്തൊരു കോമഡി അല്ലേ ജീവിതം. ഏക പറഞ്ഞു നിർത്തിയതും വൈരിൻ അവളുടെ തോളിൽ മുഖം ചേർത്ത് അവിടെ അമർത്തി കടിച്ചു. എനിക്ക് വേദനിച്ചു കിട്ടോ. ഇയാളോ ഇനി വിളിക്കുന്നു നീ എന്നെങ്ങനെ? ഒരിക്കൽ കൂടി അമർത്തി കടിച്ചവൻ. വേദനിക്കുന്ന വൈരി. അവൻ അവളിൽ നിന്ന് മുഖമുയർത്തി കട്ടിലിരുന്നു. ആളും അവൻ്റെ അടുത്തായി തന്നെ ഇരുന്നു. വേദനിക്കട്ടെ നീ ആള് വിളഞ്ഞ വിത്ത. ഇത്രയൊക്കെ മനസ്സിൽ കൊണ്ടിടന്നിട്ട് എന്നെ കാണുമ്പോൾ വല്ലാത്ത ജാടയും കൊണ്ട് നടന്നവളാ നീ. കയ്യിൽ നിന്ന് ഞാനങ്ങ് വഴുതിപ്പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തനടി? ആ ചോദ്യം കേട്ടതും ആളിലൊരു കുസൃതി മിന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.